So hi everyone, welcome to Mallu Biotech. So നമ്മൾ ക്വിക്ക് റീക്യാപ്പ് ആണ് ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഡി എൻ എ ലിഗേസ് നോക്കാം. ലിഗേസസ് 1 യൂക്കാരിയോട്സിലാണ് കാണപ്പെടുക. ലിഗേസ് 1, 3 ആൻഡ് 4 എവിടെ കാണാൻ പറ്റുക? യൂക്കാരിയോട്സിലാണ് കാണാൻ പറ്റുക. ലിഗേസ് 1 ആണ് എന്തിന് സഹായിക്കുന്നത്? ഓക്കോസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാക്കിംഗ് സ്ട്രാൻഡിൽ ഓക്കോസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലിഗേസ് 1. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നോക്കി ഇറ്റ് സീൽസ് നിക്കിൻ റിയൻ റെപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ റിപ്പയർ മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ലിഗേസ് 1 ആണ്. അത് ഓർത്തിരിക്കണം, ലിഗേസ് 1. ഇനി ലിഗേസ് 3 എവിടെ കാണുന്നത്? യൂക്കാരിയോട്സിലാണ് സോഴ്സ് എന്ന് പറയുന്നത്. ലിഗേസ് 1, 3 ആൻഡ് 4 യൂക്കാരിയോട്സിലാണ് കാണാൻ പറ്റുക. ഇവിടെ ലിഗേസ് 3 ആണ് ബേസ് എക്സിഷൻ റിപ്പയർ, നമ്മുടെ റിപ്പയർ മെക്കാനിസംസിൽ വരുന്ന ഒരു ലിഗേസ് ആണ് ലിഗേസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് കോംപ്ലക്സസ് വിത്ത് XRCC1. അത് എക്സ്ട്രാ പോയിന്റ് ആണ്, അറിഞ്ഞിരുന്നാൽ മതി. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസ് എക്സിഷൻ റിപ്പയറിൽ വരുന്ന എൻസൈം എന്ന് പറയുന്നത് ലിഗേസ് 3 ആണ്. ഓക്കെ, ഇനി ലിഗേസ് 4 എവിടെയാണ് വരുന്നത്? അവിടെ നോൺ ഹോമോലോഗസ് എൻ ജോയിനിങ്, NHEJ, നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള എൻ ജോയിനിങ് വരില്ലേ, അതും ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക്, അതും റിപ്പയർ മെക്കാനിസത്തിൽ തന്നെ വരുന്നതാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് റിപ്പയർസിൽ വരുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? അവിടെ ലിഗേസ് 4 ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ലിഗേസസ് ഓർത്തിരിക്കുക. ലിഗേസ് 1 എവിടെ വരുന്നത്? ഓക്കോസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിനിങ്ങിനാണ്. ലിഗേസ് 3 വരുന്നത് ബേസ് എക്സിഷൻ റിപ്പയർ, ആൻഡ് ലിഗേസ് 4 വരുന്നത് നോൺ ഹോമോലോഗസ് എൻ ജോയിനിങ്, അതും ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് റിപ്പയറിലാണ് അത് വരുന്നത്. ഓക്കെ, ഇനി T4 DNA ലിഗേസ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ചെയ്ത ബാക്ടീരിയോഫേജ് T4 ബാക്ടീരിയോഫേജ് ആണ് എന്തെന്ന് പറയുന്നത്. T4 DNA ലിഗേസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ബ്ലണ്ട് ജോയിൻറ്റ് അതുപോലെ കൊഹസീവ് എൻഡിനെയൊക്കെ ജോയിൻ ചെയ്യുക. നമുക്കറിയാം ലിഗേസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അതിൽ ക്ലോണിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബ്ലണ്ട് എൻഡും കൊഹസീവ് എൻഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ലിഗേസാണ് T4 DNA ലിഗേസ്. ഓക്കെ, ഇനി പ്രോക്യാരിയോട്സിൽ നിന്നിട്ടുള്ള ലിഗേസാണ് ഈക്കോളൈ DNA ലിഗേസ് പറയുക. അത് NAD+ ഒരു കോഫാക്ടറായിട്ട് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നിക്കുകൾ സീൽ ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു DNA പോളിമറൈസസ്. സോ പ്രോക്യാരിയോട്സിലും അതുപോലെ യൂക്കാരിയോട്സിലും ഡിഫറൻസസ് ഉണ്ട്. പ്രോക്യാരിയോട്സിൻ്റെ കേസ് വരുമ്പോഴത്തേനാണ് പോളിമറൈസ് 1, 2, 3 ആൻഡ് 4 ഉള്ളത്. 1, 2, 3, 4 ആൻഡ് 5. ഓക്കെ, അങ്ങനെ 5 ടൈപ്പ് ഓഫ് DNA പോളിമറൈസസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ പോളിമറൈസ് 1 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? DNA റിപ്പയറിന് വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഇനി പോളിമറൈസ് 3 ആണ് എലോങ്ങേഷൻ, നമ്മൾ റെപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് എലോങ്ങേഷന് സഹായിക്കുന്നത്. DNA റെപ്ലിക്കേഷൻ്റെ ലീഡിംഗ് സ്ട്രാൻഡും ലാഗിംഗ് സ്ട്രാൻഡും 5'3' ഡയറക്ഷനിലോട്ട് ആ ഒരു എലോങ്ങേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പോളിമറൈസ് 3 ആണ്. ഓക്കെ, ഇനി പോളിമറൈസ് 1 എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് DNA റിപ്പയർ മെക്കാനിസംസ്, അതായത് പ്രൈമേഴ്സ് ഒക്കെ നമ്മളവിടെ വരുന്ന സമയത്ത് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി 5'3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി കാണിക്കുന്നത് പോളിമറൈസ് 1 ആണ്. അത് ഓർത്ത് വെച്ചോളെ. 5'3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ് പോളിമറൈസ് 1-നുള്ളത്. ആൻഡ് ഇവരാണ് ഈ ഗ്യാപ്പിനെയൊക്കെ ഫിൽ ചെയ്യുന്നത്, റിപ്പയർ ചെയ്യുന്നതാണ് പോളിമറൈസ് 1. ആൻഡ് പോളിമറൈസ് 2 ഓൾസോ അവിടെ റിപ്പയർ മെക്കാനിസം തന്നെയാണ് നടക്കുക. 4 ആൻഡ് 5 എന്ന് പറയുന്ന പോളിമറൈസസ് ട്രാൻസ്ലേഷൻ DNA സിന്തസിസ്, നമ്മൾ ഈ SOS റെസ്പോൺസ് വരുന്ന സമയത്ത് അവിടെ ട്രാൻസ്ലേഷൻ DNA സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പോളിമറൈസ് 4 ആൻഡ് പോളിമറൈസ് 5. ഇത്രയൊന്നും ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പ്രോക്യാരിയോട്സ് പോലെ തന്നെ യൂക്കാരിയോട്സിലും DNA പോളിമറൈസസ് ഉണ്ട്. അതിലാണ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ ഒക്കെ വരുന്നത്. ആൻഡ് അതുപോലെ വരുന്നൊരു അവസാനത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, എന്നാലും പോളിമറൈസസ് കാപ്പ, ഈറ്റ, അയോട്ട, സീറ്റ, ഇവരൊക്കെ മെയിനായിട്ട് ട്രാൻസ്ലേഷൻ സിന്തസിസിന് വലിയൊരു റോൾ വഹിക്കുന്ന ആൾക്കാരാണ് ഈ കാപ്പ, ഈറ്റ, അയോട്ട ഇങ്ങനെയുള്ള പോളിമറൈസസ്. ഇതിൽ മേജർ പോളിമറൈസ് എന്ന് പറയുന്നത് പോളിമറൈസ് ആൽഫ എന്തിനാണ് സഹായിക്കുന്നത്? പ്രൈമേസിൻ്റെ, അതിന് പ്രൈമർ ഫോർമേഷനൊക്കെ വേണ്ടി അതിൻ്റെ ഇനിസിയേഷൻ വേണ്ടി സഹായിക്കും. ഇനിസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആൽഫ. ആൻഡ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു ലാഗിംഗ് സ്ട്രാൻഡിൻ്റെ സിന്തസിസിന് മേജറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലാഗിംഗ് സ്ട്രാൻഡ് ഡെൽറ്റ, എപ്സിലോൺ ലീഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ബേസ് എക്സിഷൻ റിപ്പയർ ആണ്, റിപ്പയറിംഗിൽ വരുന്നതാണ് ബീറ്റ. ഓക്കെ അല്ലേ. സോ ആൽഫ എന്ന് പറയുന്നത് ഇനിസിയേഷൻ, ബീറ്റ എന്ന് പറയുന്നത് റിപ്പയർ, പിന്നെ പറയുന്നത് ഗാമ. ഗാമ എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രൽ DNA റെപ്ലിക്കേഷനാണ് ഗാമ, മൈറ്റോകോൺട്രൽ DNA റെപ്ലിക്കേഷൻ ഗാമ. ഡെൽറ്റ വരുമ്പം ലാഗും, എപ്സിലോൺ വരുമ്പം ലീഡും. അത് നോക്കിയാൽ മതി, ലീഡിൽ E ഉണ്ട്, സോ എപ്സിലോൺ, ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, so that's it for today. If you like this video, please do like, share and subscribe. Thank you for watching.